അത് SNDP യോഗത്തിനെതിരെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ SNDP വിഷയമാണുള്ളത്. ഇത് പൊളിറ്റിക്സുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എനിക്കത് ഞാനങ്ങനെ പറയും. കാര്യം അങ്ങനെ SNDP യോഗം അദ്ദേഹത്തിനെതിരായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് പ്രസ്ഥാനങ്ങളും ചില കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ല. അതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ള നിലപാടൊന്നും ആരും എടുത്തിട്ടില്ല. അല്ല, അദ്ദേഹം രാഷ്ട്രീയ അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞു, അല്ലാതെ അവിടെ പോയിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഉപദ്രവിക്കുമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ കേസുരേന്ദ്രൻ ഏതാണ്ട് 3-3.5 ലക്ഷം വോട്ട് നേടിയതാണ് കഴിഞ്ഞ തവണ. അപ്പോൾ അത് സമുദായത്തിന്റെ BDS സപ്പോർട്ടില്ലാതെ അവിടെ അത്ര വോട്ട് നേടാൻ സാധിക്കുകയില്ല. PC പറഞ്ഞ് അത്ര അകവഴിഞ്ഞ പിന്തുണ കൊടുക്കുമെന്നാണ് സ്വാഭാവികമായി സംശയവും ചോദ്യം. അത് ഇലക്ഷൻ ആദ്യം ഡിക്ലെയർ ചെയ്യട്ടെ. കാര്യം അദ്ദേഹത്തിന് സീറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടോ BDS? ഒരിക്കലുമില്ല. ഞങ്ങൾ നേരത്തെ 4 സീറ്റിലാണ് മത്സരിച്ചിരുന്നത്. ആ 4 സീറ്റുകൾ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. മറ്റെന്തെങ്കിലും പ്രധാന കണ്ടീഷൻ ഈ മണ്ഡലം മാറുന്നതടക്കമുള്ള ഇപ്പോൾ വയനാട് ചില മണ്ഡലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി തീരുമാനിച്ചു. കാര്യം വയനാടിനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ സംഘടനാ സെറ്റപ്പ് ഇച്ചിരി വീക്കായതുകൊണ്ട് ആ പ്രദേശത്ത് ഞങ്ങൾ മാറ്റിത്തരണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. കോട്ടയം ചാലക്കുടി കൂടി BDSന്റെ പട്ടികയിലേക്ക് വരുന്നുണ്ടോ? ചർച്ച കഴിഞ്ഞിട്ട് പറയാം. ഒന്നും തീരുമാനമായില്ല. ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ PC ജോർജ് മത്സരിക്കുന്നതിന് BDS സമുദായത്തിന് എതിർക്കുന്നു. അത് അങ്ങനെ തന്നെ അതിർപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതിന്റെ സ്റ്റാറ്റസ് ഉണ്ടോ? BDS അതിനൊരു അഭിപ്രായത്തെ ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾ ആര് മത്സരിക്കണമെന്നോ കാര്യം അത് BJP ആണ് തീരുമാനിക്കേണ്ടത്. BJPയുടെ സീറ്റാണ്. ആരൊക്കെയാണ് മത്സരിക്കുന്നത് തീരുമാനിക്കേണ്ടത് BJP. അതിനകത്ത് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സീറ്റുകൾ ആര് മത്സരിക്കും എന്നുള്ളത് BJPക്ക് ചോദിക്കാൻ അവകാശം അവർക്കും ഇല്ലല്ലോ. അങ്ങനെയാണല്ലോ എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അവരാര് തീരുമാനിച്ചാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. ഇത്തവണ എന്താണ് ഒരു കൂടുതൽ പ്രതീക്ഷയുണ്ടോ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക്? തീർച്ചയായും. കാരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്ന വലിയ പ്രകടനത്തിനിടയിലാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ അഭിമുഖീകരിക്കുകയുണ്ടായത്. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ 400 സീറ്റിന് മുകളിൽ കിട്ടുമോ എത്ര കിട്ടുമെന്ന് മാത്രമാണ് ചർച്ചയുള്ളത്. കോൺഗ്രസ് സംബന്ധിച്ചോളം 40 സീറ്റ് കിട്ടുമെന്ന് പോലും അവർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യമാണ്. തീർച്ചയായും ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇത്രയും വലിയ വ്യത്യാസം കേരളത്തിലും ഒരുപാട് ചലനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയം ആവശ്യമില്ല.